മാന്ത്രിക കണ്ണാടി. പണ്ട് ഒരിടത്ത് മനോഹരമായ ഒരു രാജ്യവും അതിനേക്കാൾ മനോഹരമായ ഒരു കൊട്ടാരവും ഉണ്ടായിരുന്നു. അവിടുത്തെ രാജകുമാരനായിരുന്നു ആൽഡ്രിൻ. അവൻ വളരെ സുന്ദരനും ബുദ്ധിശാലിയും രസികനുമായിരുന്നു. പക്ഷേ അവനൊരു കുഴപ്പമുണ്ടായിരുന്നു. അവന്റെ ഏറ്റവും വലിയ ദൗർബല്യമായിരുന്നു അവന്റെ സൗന്ദര്യം. അവന്റെ സൗന്ദര്യം വളരെ ഇഷ്ടമായിരുന്നു. അവൻ സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ സൗന്ദര്യമില്ലാത്തവരെ അവൻ തന്റെ അടുത്തു വരുവാൻ പോലും അനുവദിച്ചിരുന്നില്ല. അവൻ തന്റെ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത് അവന്റെ മുറിയിലെ കണ്ണാടിക്ക് മുൻപിലായിരുന്നു. ഒരു ദിവസം അവൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു, "ഓ, ഞാൻ ഇത്ര സുന്ദരനാണ്. എന്റെ നിഴൽ പതിയുമ്പോൾ ഈ ഭിത്തി പോലും എത്ര സുന്ദരം. എനിക്ക് ഈ കണ്ണാടിയിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല." അപ്പോൾ വാതിൽക്കൽ ഒരു തോഴി വന്നിട്ട് പറഞ്ഞു, "രാജകുമാരൻ നീണാൽ വാഴട്ടെ. നാളത്തെ അങ്ങയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കുവാൻ അങ്ങയുടെ ആന്റി എലീന വരുന്നുണ്ടെന്ന് അറിയിക്കാനാണ് വന്നത്." ഇത് കേട്ട രാജകുമാരൻ അല്പം നീരസത്തോടെ പറഞ്ഞു, "ഓ, ആന്റിയോ, അവരെന്തിനാണ് വരുന്നത്? എന്തെങ്കിലും ആകട്ടെ, അവരെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ." അപ്പോൾ തോഴി പറഞ്ഞു, "അങ്ങയുടെ ആജ്ഞ പോലെ നാളെ അങ്ങേക്ക് വേണ്ട മനോഹരമായ വസ്ത്രവും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്." ഇത്രയും പറഞ്ഞ് തോഴി പോയി. രാജകുമാരൻ ചിന്തിച്ചു, നാളെ എന്നെ കാണാൻ കൂടുതൽ സുന്ദരനാകും. പക്ഷേ ആന്റി എലീന വളരെ ദുഷ്ടയായ സ്ത്രീയാണ്. അവർക്ക് കുറച്ചൊക്കെ മാന്ത്രിക വിദ്യകളും വശമുണ്ട്. എന്തായാലും ഞാൻ ഇത്ര സുന്ദരനാണെന്ന് നാളെ അവർക്ക് കാണിച്ചു കൊടുക്കണം. അടുത്ത ദിവസം പല രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തി. അവർ നൃത്തം ചെയ്തു. അതിനുശേഷം രാജകുമാരനുള്ള സമ്മാനങ്ങളുമായി കാത്തിരുന്നു. രാജകുമാരന്റെ ആന്റിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. രാജകുമാരൻ അപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രം ധരിച്ചപ്പോൾ അവൻ കൂടുതൽ സുന്ദരനായി കാണപ്പെട്ടു. അവൻ സ്വയം പറഞ്ഞു, "ദൈവമേ, ഞാൻ ഇത്ര സുന്ദരനാണ്. ഈ കുപ്പായം എന്നെ കൂടുതൽ സുന്ദരനാക്കുന്നു." എന്നാൽ അതിഥികളെല്ലാം രാജകുമാരനെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു. കാത്തിരുന്ന് ക്ഷമ നശിച്ചപ്പോൾ രാജകുമാരന്റെ ആന്റി ഒരു പരിചാരകനോട് രാജകുമാരൻ എവിടെ എന്നന്വേഷിച്ചു. രാജകുമാരൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും താൻ പോയി വിളിച്ചു കൊണ്ടുവരാമെന്നും അവൻ അറിയിച്ചു. അപ്പോൾ ആന്റി പറഞ്ഞു, "വേണ്ട, ഞാൻ തന്നെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. എനിക്കെന്റെ പ്രിയപ്പെട്ട മരുമകനെ കാണാൻ കൊതിയാകുന്നു." അവന്റെ ആന്റി എലീന ഒരു ദുഷ്ട സ്ത്രീ ആയിരുന്നില്ല. അവർക്ക് രാജകുമാരൻ ആൽഡ്രിന്റെ സ്വഭാവം നല്ല പോലെ അറിയാമായിരുന്നു. അതവർക്ക് ഇഷ്ടവുമായിരുന്നില്ല. അവർ ഒരു മന്ത്രവാദിനി കൂടിയായിരുന്നു. എന്നാൽ എലീന രാജകുമാരന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ തന്റെ തലമുടിയുടെ ഭംഗിയെക്കുറിച്ച് സ്വയം പറയുകയായിരുന്നു. ഇത് കേട്ട ആന്റി എലീന പറഞ്ഞു, "നീ എപ്പോഴും സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുകയാണോ? താഴെ ഞങ്ങളെ കാണാൻ വരാൻ ഇത്രയും താമസിച്ചത് വളരെ മോശമായി പോയി. കാരണം ഇന്ന് നിന്റെ ജന്മദിനമാണ്." എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണാടിയിൽ നോക്കി നിന്ന രാജകുമാരനോടായി ആന്റി എലീന പറഞ്ഞു, "എങ്കിലിതാ നിന്റെ പിറന്നാൾ സമ്മാനം പിടിച്ചോളൂ." ഇത്രയും പറഞ്ഞ് അവർ കൈനീട്ടി. രാജകുമാരന് ഉറക്കം വരുന്നത് പോലെ തോന്നി. പിന്നെ കണ്ണു തുറന്നപ്പോൾ അവൻ കണ്ണാടിക്കുള്ളിലായിരുന്നു. അവൻ നിലവിളിക്കാൻ തുടങ്ങി, "ദയവായി എന്നെ പുറത്തു വിടൂ." എന്നാൽ എലീന പറഞ്ഞു, "സ്വന്തം സൗന്ദര്യം ഇത്രയധികം കണ്ടാസ്വദിക്കുന്ന നീ നിന്റെ സ്വഭാവം മാറ്റിയാലേ പുറത്തു വരാൻ സാധിക്കൂ. മാത്രവുമല്ല, ഇനി നിന്റെ രൂപത്തിൽ ഞാൻ തന്നെ ഈ രാജ്യം ഭരിച്ചു കൊള്ളാം." ആന്റി എലീന രാജകുമാരന്റെ രൂപത്തിലായി മാറിയിരുന്നു. എന്നിട്ട് ആ കണ്ണാടി ജനലിലൂടെ താഴേക്കിട്ടു. ഒരു വീട്ടിലാണ് ആ കണ്ണാടി വന്നു വീണത്. ഒരു സ്ത്രീ ആ കണ്ണാടി എടുത്തു. എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. ഇത് കണ്ട രാജകുമാരന് സന്തോഷമായി. അങ്ങനെ താൻ രക്ഷപ്പെടാൻ പോകുന്നു. അവൻ ആ സ്ത്രീയോട് തന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ അവൾക്ക് സ്വന്തം മുഖം മാത്രമേ അതിൽ കാണാൻ സാധിച്ചുള്ളൂ. ആ സമയത്ത് അവളുടെ മകൾ ആഹാരത്തിനായി കരഞ്ഞു. എന്നാൽ അവൾ തന്റെ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ രാജകുമാരന് ദേഷ്യം തോന്നി. ആ സ്ത്രീ എന്തു ദുഷ്ടയാണ് എന്നവൻ വിചാരിച്ചു. ആ കുട്ടി കരഞ്ഞു കരഞ്ഞ് സ്വയം ആഹാരമെടുത്ത് കഴിക്കാൻ തുടങ്ങി.
ഈ കണ്ണാടി കാരണമാണ് അമ്മ തന്നെ സ്നേഹിക്കാത്തത് എന്ന് ആ കുട്ടി വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം അമ്മ കാണാതെ ആ കണ്ണാടിയുമായി റോഡിലേക്ക് ഇറങ്ങി. ആ കണ്ണാടി റോഡിലൊരിടത്ത് വെച്ചിട്ട് ആ കുട്ടി വീട്ടിലേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി ആ വഴി വന്നു. അവൾ ആ കണ്ണാടിയെടുത്ത് തന്റെ വീട്ടിലേക്ക് നടന്നു. ഒരു ചെറിയ വീട്ടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. കണ്ണാടി അവിടെ ഒരു മേശയിൽ വെച്ചിട്ട് അവൾ തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. മനോഹരമായ പാവകൾ ഉണ്ടാക്കി വിറ്റാണ് അവൾ ജീവിച്ചിരുന്നത്. എന്നാൽ രാജകുമാരൻ അവളെ കാണുന്നുണ്ടായിരുന്നു. ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ അവൻ ആദ്യമായാണ് കാണുന്നത്. എന്നാൽ അവൾ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിയതുപോലുമില്ല. അവൻ അതിശയം തോന്നി. പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് പോകാൻ ഒരുങ്ങിയ അവൾ കണ്ണാടിയെടുത്തൊന്ന് നോക്കി. അത്ഭുതം! അവൾക്ക് അവനെ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്ത്, ഇതൊരു മാന്ത്രിക കണ്ണാടിയാണോ? നിങ്ങൾ ആരാണ്? എങ്ങനെയാണ് ഇതിനുള്ളിൽ കുടുങ്ങിയത്? എന്നാൽ അതിനു മറുപടിയായി രാജകുമാരൻ ഒരു മറു ചോദ്യമാണ് ചോദിച്ചത്. നീ അതീവ സുന്ദരിയായ പെൺകുട്ടിയാണ്, പക്ഷെ എന്തുകൊണ്ടാണ് നീ കണ്ണാടിയിൽ നിന്റെ സൗന്ദര്യം ആസ്വദിക്കാത്തത്? അപ്പോൾ അവൾ പറഞ്ഞു, സ്വന്തം കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യാതെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നത് ശരിയല്ല. അതും പറഞ്ഞ് അവൾ തന്റെ കിടപ്പിലായ അമ്മയെയും പ്രായമായ അച്ഛനെയും ഇളയ സഹോദരിയെയും നോക്കിയിട്ട് പറഞ്ഞു, ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. സൗന്ദര്യം ആസ്വദിച്ച് കളയാനുള്ള സമയമൊന്നും എനിക്കില്ല. അതും പറഞ്ഞ് അവൾ കണ്ണാടിയും എടുത്ത് പാവകളെ വിൽക്കാൻ മാർക്കറ്റിലേക്ക് നടന്നു. ഉച്ചസമയമായപ്പോൾ ഒരു വയസ്സായ സ്ത്രീ അവിടെ വന്നു. വിശന്നു വലഞ്ഞ അവർ അവളുടെ മുന്നിൽ കൈനീട്ടി. ഉടനെ അവൾ തനിക്ക് കഴിക്കാൻ കരുതിയിരുന്ന ഭക്ഷണം അവർക്ക് കൊടുത്തു. ഇതെല്ലാം രാജകുമാരൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ അതിശയത്തോടെ ചിന്തിച്ചു, ഇവൾ എന്തു നല്ല പെൺകുട്ടിയാണ്. എനിക്കെന്റെ തെറ്റു മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും എന്റെ കടമകൾ മറന്ന് സൗന്ദര്യം ആസ്വദിച്ച് സമയം കളയില്ല. ദൈവമേ, എന്നോട് ക്ഷമിക്കൂ. അവൻ കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് അവന് എന്തോ സംഭവിക്കുന്നതായി തോന്നി. കണ്ണു തുറന്നപ്പോൾ അവൻ കൊട്ടാരത്തിൽ തന്റെ മുറിയിലായിരുന്നു. ആന്റി എലീന അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഓ, നീ തിരിച്ചു വന്നോ? കുറച്ചുനാൾ കൂടി ഈ രാജ്യം ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ആന്റി, എന്നോട് ക്ഷമിച്ചാലും ഇനി ഒരിക്കലും ഞാൻ എന്റെ തെറ്റുകൾ ആവർത്തിക്കില്ല. ഞാൻ നല്ലൊരു ഭരണാധികാരിയായിരിക്കും. പക്ഷേ എനിക്കൊരു സംശയം. എന്തുകൊണ്ടാണ് ആദ്യത്തെ സ്ത്രീക്ക് കണ്ണാടിയിൽ എന്നെ കാണാൻ സാധിക്കാതിരുന്നത്? ആന്റി എലീന പറഞ്ഞു, ഓ അതോ, അവൾക്ക് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നിനെ കുറിച്ചും അവൾ ചിന്തിച്ചിരുന്നില്ല. രാജകുമാരൻ പറഞ്ഞു, എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. അവർ കാണാൻ എങ്ങനെയിരുന്നാലും ബാഹ്യരൂപത്തിലല്ല, നമ്മുടെ കടമകൾ കൃത്യമായി ചെയ്യുന്നതിലാണ് യഥാർത്ഥ സൗന്ദര്യം. നന്ദി ആന്റി എലീന, ഈ പാഠം എന്നെ പഠിപ്പിച്ചതിന്. പിന്നീട് അതീവ സുന്ദരിയും ഉത്തരവാദിത്ത ബോധമുള്ളവളുമായ ആ പെൺകുട്ടിയെ അവൻ വിവാഹം ചെയ്തു. വളരെ കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു.